വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വീഡിയോ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സ്റ്റേഷനറീസിൻ്റെ അൺബോക്സിങ് മാത്രമല്ല നമ്മുടെ ഗിവ് അവേയുടെ റൂൾസും കൂടി പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 1K ആവണതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എനിക്ക് നിങ്ങൾക്കുള്ള സാധനങ്ങൾ, അതായത് ഗിവ് അവേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. ഒരു 2 ദിവസം മുമ്പേ നമ്മുടെ ചാനൽ 700 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വെറും ഒറ്റ ദിവസം കൊണ്ടാണ് നമുക്ക് 1K എന്നുള്ള ഒരു അക്കൗണ്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരു ഗിവ് അവേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം, എന്തായാലും കിട്ടാൻ ഒരാഴ്ച എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ 1 വീക്ക് കഴിഞ്ഞിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ. നമ്മുടെ ഗിവ് അവേ റൂൾസ് നമ്പർ 1 നമ്പർ 2 പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ പറയാം. അതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇനി നമ്മൾ എന്തിനാണ് എജ്യൂമാർട്ടി വന്ന കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്രാഫ്റ്റിൻ്റെ സപ്ലൈസ് ഒക്കെ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി, നന്നായി വിശന്നു. അതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഫോൺ എടുത്തിട്ട്. അപ്പോഴാണ് ഈ ഒരു 1K എന്നൊക്കെ കണ്ടത് കേട്ടോ. ഫുൾ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു 2 ദിവസം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഗിവ് അവേയുടെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും എല്ലാ സാധനങ്ങളും എത്തുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു 8th 9th ആയിട്ടായിരിക്കും ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയായിട്ടായിരിക്കും അനൗൺസ് ചെയ്യൽ കേട്ടോ. ഒരു കവർ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. ഞാൻ ഇനിയിപ്പോൾ +1ക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂൾ തുറക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് എൻ്റെ സ്കൂളിലേക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. ബാഗും ബുക്കും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ. ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഒരു 700 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ആൻഡ് 700 റുപ്പീസിന് നല്ല വേർത്ത് ആയിട്ടുള്ള ബാഗാണ്. ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ലിങ്ക് ഇല്ല. പക്ഷെ ഇതുപോലെ സിമിലർ ആയിട്ടുള്ളത് വല്ലതും കണ്ടാൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ നോക്കട്ടെ. ഫസ്റ്റ് തന്നെ വാങ്ങിച്ച കുറച്ച് ബൊക്കെ റാപ്പേഴ്സാണ്. ഞാനിത് ഗിഫ്റ്റൊക്കെ പൊതിയാനായിട്ട് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതി വാങ്ങിച്ച സാധനമാണ്. ഗിവ് അവേ റൂൾ നമ്പർ 1ലേക്ക് കടക്കാം. ഇന്നത്തെ റൂൾ വളരെ സിമ്പിളാണ്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ. പിന്നെ 8 പേരായിരിക്കും നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ഇട്ടാ. 8 പേരിനെ ആയിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും 8 എന്നാണ്, കൂടുതൽ ഭൂരിപക്ഷം 8 ആയിരുന്നു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 8 പേരെ ആയിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുക. ഇനി റൂൾ നമ്പർ 2, ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ഒരു ഷോർട്സും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഷോർട്സിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ആ ഷോർട്സിലും കമൻറ്റ് ഇടാം, ഈ വീഡിയോയിലും കമൻറ്റ് ഇടാം. ഏതെങ്കിലും ഒരു കമൻറ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. രണ്ടിലും ഓരോരോ കമൻറ്റ് വെച്ചിട്ട് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല. 2 വീഡിയോയിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം. 2 വീഡിയോയിലും ഒരു ഒറ്റ കമൻറ്റേ പാടുള്ളൂ. കമൻറ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ജെനുവിൻ ആയിരിക്കണം, അത്രമാത്രം. കമൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. ഈ കളിയിൽ കള്ളത്തരമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ സ്റ്റേഷനറി വീഡിയോയിൽ വരികയാണെങ്കിൽ ഇതിനിടയിൽ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് വാങ്ങിച്ച കുറച്ച് ബുക്സും അതേപോലെ പെന്നും കാണിച്ചു. 4 സൈസ് നോട്ടാണ്. ഒന്നിൻ്റെ റേറ്റ് 45 ആയിരുന്നു. പിന്നെ പെന്നിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഫ്ലയറിൻ്റെ വുഡി ബോൾ പെൻസ് ആയിരുന്നു. ഒന്നിൻ്റെ റേറ്റ് 10 ആണ്. ഞാനൊരു ബോക്സ് ആയിട്ടാണ് വാങ്ങിച്ചത്. 95 രൂപയാണ് ഒരു ബോക്സിന് മൊത്തമായിട്ടുള്ള റേറ്റ്. ഒരു ബോക്സിൽ 10 പെൻസ് ആണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ക്രാഫ്റ്റീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സ് ഓഫ് പശ ആൻഡ് വെറൈറ്റി ടൈപ്സ് ഓഫ് കളർ പേപ്പേഴ്സ്, അതുപോലെ തന്നെ കുറച്ച് OHP ഷീറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു 3 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു ഷീറ്റിന് 5 രൂപയായിരുന്നു റേറ്റ് വന്നിട്ട്. അതേപോലെ കളർ പേപ്പറിനാണെങ്കിൽ ഒരു ഷീറ്റിന് 2 രൂപയും, പശയാണെങ്കിൽ 20 രൂപയുടെ 2 പശയാണ് വാങ്ങിച്ചത്. പിന്നെ തിന്നായിട്ടുള്ളതും തിക്കായിട്ടുള്ളതും ടൈപ്പുള്ള 2 ടൈപ്സ് ഓഫ് ഡബിൾ ടേപ്പും കൂടി വാങ്ങിച്ചു. 2ൻ്റെ റേറ്റ് 20 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് സെൻറ്റാങ്കിൾ ആർട്ടും ഡൂഡിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കർ വാങ്ങി. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ആ റബ്ബർ പോലത്തെ സാധനം വെച്ച് മായ്ക്കാൻ പറ്റും. സംഭവം മാർക്കറാണ്. അപ്പോൾ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ വാങ്ങിച്ചതാണ് കേട്ടോ 2. ഇനിയിപ്പോൾ ഇത് വർക്കിംഗ് അല്ലെങ്കിലും നമുക്ക് ഇതേപോലെ സെൻറ്റാങ്കിൾ ആർട്ടിനൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ സംഭവം അത്യാവശ്യം വർക്കിംഗ് ഒക്കെയാണ്. നമുക്കിനി ഗിവ് അവേ റൂൾ നമ്പർ 3 നോക്കാം. റൂൾ നമ്പർ 3യും അത്യാവശ്യം സിമ്പിളാണ്. പക്ഷേ ഈ പറഞ്ഞ റൂൾ നമ്പർ 3ക്ക് മാത്രം കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഗിവ് അവേയുടെ റൂൾസ് മൊത്തമായിട്ട് ചെയ്യാൻ മൊത്തത്തിൽ ഒരു അരമണിക്കൂറൊക്കെ മതി. അതിൽ തന്നെ കൂടുതൽ സമയം പോവുക ഈ ഒരു 3ക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത 4 ലോങ് വീഡിയോസ് മുഴുവനായിട്ട് ഇതിനെ കാണണം. മാക്സിമം സ്പീഡാക്കാതെയും സ്കിപ്പ് ചെയ്യാതെയും കാണാനായിട്ട് നോക്കുക കേട്ടോ. ജെനുവിൻ ഗെയിമാണ്. അപ്പോൾ
സത്യസന്ധമായി കളിച്ചാൽ നിങ്ങൾക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആൻഡ് കാണുന്ന വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം നിർബന്ധമില്ല, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിവ് അവേയിൽ വിന്നർ ആവാനുള്ള 3 റൂൾസ്. അപ്പോൾ ഇങ്ങനെ ജെനുവിൻ ആയിട്ട് നമ്മുടെ ഗിവ് അവേയിൽ 3 റൂൾസും അറ്റൻഡ് ചെയ്തിട്ട് നല്ലൊരു ജെനുവിൻ ഗിവ് അവേ വിന്നർ ആവാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ ഗിവ് അവേ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അതിന് എല്ലാ വീഡിയോസും ഇനി അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ കാണുന്നതൊന്നും ശരിക്കും നമ്മുടെ ഗിവ് അവേയിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ 2 കമൻറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സാധനം നമുക്ക് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മറക്കണ്ട, 8 വിന്നേഴ്സിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ആവാൻ നോക്കുക. അപ്പോൾ ഇതിനിടയിൽ ഞാൻ എന്തൊക്കെ ഐറ്റംസ് കാണിച്ചു തന്നു നോക്കാം. ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നത് ഒരു പെന്നാണ്, ജെൽ പെന്നാണ്, ജെൽ ബോൾ പെന്നാണ് കേട്ടോ. അതിന് റേറ്റ് വന്നിട്ട് 50 രൂപയാണ്. ഇതേ സാധനം ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് 3 ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സ് കാണിച്ചു തന്നു. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 15 രൂപയേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള പോക്കറ്റ് മിറർ, അതിൻ്റെ റേറ്റ് 65 ആയിരുന്നു. പിന്നെ 2 സ്റ്റഡ് വാങ്ങിച്ചു, ഒരെണ്ണത്തിൻ്റെ റേറ്റ് 16 രൂപയാണ്. പിന്നെ ബ്രഷസ് ആണ്, ബ്രഷസിന് 16-15 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഈ ക്രോഷ്യ നീഡിൽ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതിൻ്റെ ക്രോഷ്യൻ്റെ നൂല് ചെറുതും നീഡിൽ കുറച്ച് വലുതുമായിരുന്നു. അതായത് 4 mm നീഡിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 3 mm നീഡിൽ എക്സ്ട്രാ ഒന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് അതിൻ്റെ റേറ്റ് 45 രൂപയും മറ്റും ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കവറിലുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാണ്, സ്പാം ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ഗിവ് അവേന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേന്ന് ഔട്ട് ആവുന്നതായിരിക്കും. പിന്നെ അവർക്ക് എത്ര ശ്രമിച്ചാലും അവർക്ക് ഗിവ് അവേയിൽ വിന്നർ ആവാൻ പറ്റില്ല. അതായത് ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് മതി. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സിൽ ഒരു കമൻറ്റ്, ഈ ഒരു ലോങ് വീഡിയോ ആണെങ്കിൽ അതിലൊരു കമൻറ്റ്. പിന്നെ ഏതാണ് ഷോർട്സ് എന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കവായി സ്റ്റിക്കർ കാണിച്ച് തരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കവായി സ്റ്റിക്കറിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടും. ഇതിൻ്റെ ഒപ്പം തന്നെയായിരിക്കും ഇടുക, രണ്ടും ഒരേ ടൈമിലായിരിക്കും നമ്മൾ ഇടുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഷോർട്സിലാണ് നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യേണ്ടത് കേട്ടോ. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് കാണിച്ചു തന്നത് നമ്മുടെ പൈപ്പിംഗ് ക്ലീനേഴ്സ് ആയിരുന്നു. അത് ഒരു സെറ്റിന് 25 രൂപയായിരുന്നു. അപ്പോൾ 3 സെറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ സെൻറ്റാങ്കിൾ ആർട്ടിനുള്ള ഒരു ബുക്കാണ്. ആ ബുക്കിന് 80 രൂപയായിരുന്നു റേറ്റ്. ഡോംസിൻ്റെ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പേജസ് ആണ്, നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ലിങ്കും നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റിയ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് എല്ലാവരും കണ്ടു മറന്നതായിരിക്കും. ഈ ഒരു കവായി സ്റ്റിക്കേഴ്സിൻ്റെ ഷോർട്സിലായിരിക്കണം നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഡോംസിൻ്റെ പേസ്റ്റൽ ഷെയ്ഡിലുള്ള ബ്രഷ് പെൻസ് ആണ് വാങ്ങിച്ചത്. നല്ല അടിപൊളി സാധനമാണ്. ഇപ്പോഴും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുക. ഞാൻ ശരിക്കും ഇത് വാങ്ങിക്കാനായിരുന്നു ഒരു 2-3 മാസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെനിക്ക് കിട്ടിയില്ല. പേസ്റ്റൽ ഷെയ്ഡ്സ് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള മറ്റേ എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ട് വന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് ആ ബാക്കിലിരിക്കുന്ന ആ ഒരു ബോക്സസിലൊക്കെ അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ റേറ്റ് 200 രൂപയാണ്. 200 റുപ്പീസിന് വേർത്താണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കവായി സ്റ്റിക്കറിൻ്റെ റേറ്റ് പറഞ്ഞില്ല, അതിൻ്റെ റേറ്റ് 150 രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റിയാൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സാധനമാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ജേണലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം സ്റ്റിക്കറാണ്. ഇതിൻ്റെ റേറ്റ് 80 രൂപയാണ് കേട്ടോ. 5 ഷീറ്റാണ് വരുന്നത്. ആൻഡ് നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ്. 5 ഷീറ്റിലും ഒരേ പാറ്റേൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫൈനൽ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗിവ് അവേയുടെ റൂൾസൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മെയിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.